റബ്ബർ ബോർഡ് ചെയർമാനായി എൻ ഹരി സ്ഥാനമേറ്റെടുത്തെങ്കിലും ബോർഡ് മീറ്റിംഗ് കൂടാൻ ഇനിയും കാത്തിരിക്കണം. കോറമില്ലാത്തതിനാൽ കഴിഞ്ഞ ഒരു വർഷമായി ബോർഡ് മീറ്റിംഗ് കൂടാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ ബോർഡ് അംഗങ്ങൾ എന്ന് വരുമെന്ന കാര്യത്തിൽ പുതിയ ചെയർമാനും ഉറപ്പില്ല. റബ്ബർ ബോർഡ് ചെയർമാനായി ബി.ജെ.പി. മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയെയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡ് ആസ്ഥാനത്തെത്തി ഹരി ചുമതലയേറ്റെടുത്തു. പക്ഷേ ബോർഡ് യോഗം കൂടണമെങ്കിൽ ചെയർമാൻ ഇനിയും കാത്തിരിക്കണം. 29 അംഗ ബോർഡിൽ നിലവിലുള്ളത് ഉദ്യോഗസ്ഥ നോമിനികളായ 6 പേർ മാത്രം. ബാക്കിയുള്ളവരുടെ 3 വർഷ കാലാവധി പല സമയങ്ങളിലായി കഴിഞ്ഞു. അതിനാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ബോർഡ് യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ ബോർഡ് എന്നു വരുമെന്ന കാര്യത്തിൽ ചെയർമാനും ഒരു വ്യക്തതയില്ല. കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പുതിയ ബോർഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചെയർമാന്റെ മറുപടി ഇങ്ങനെ: നിങ്ങൾ ചോദിച്ചാൽ ചോദ്യം മനസ്സിലായി. ബോർഡ് അംഗങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ സന്നോചിത് ചോദിച്ചില്ലേ ആകെ പ്രശ്നം സനോജിന്. അതുകൊണ്ട് അല്ല ബോർഡ് യോഗം കൂടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ കൂടിയ പോലെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കൂടിയത്. അതെ കഴിഞ്ഞ ഇനി ഞാൻ പറയുന്ന 1 മാസത്തിനകം കൂടാൻ പറ്റും. കാരണം ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നാളെ ഡൽഹിക്ക് ഈ 2-ാം തീയതി പോകുന്നത്. 1 മാസം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 1 മാസം എൻ്റെ പ്രതീക്ഷയാണ്. റബ്ബർ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കൽ, താങ്ങുവില പ്രഖ്യാപിക്കൽ തുടങ്ങി കർഷകരുടെ നിരവധി ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇനിയും പരിഗണിച്ചിട്ടില്ല. ഇതിനായി സമ്മർദ്ദം ചെലുത്തേണ്ടത് ബോർഡാണ്. ഈ ബോർഡ് യോഗമാണ് കഴിഞ്ഞ 1 വർഷമായി കൂടാൻ കഴിയാത്തത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.